കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സർവകലാശാല, സെനറ്റ്, ചാൻസലർ, UGC എന്നിവരുടെ പ്രതിനിധികൾ അടങ്ങുന്നതാണ് കമ്മിറ്റി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്. തികരിജിത്ത്, കഴിഞ്ഞ കുറച്ചു കാലമായി, അതായത് 2 വർഷത്തിലധികമായി സർവകലാശാലകളിലെ VC നിയമനം തടസ്സപ്പെട്ട സാഹചര്യത്തിലായിരുന്നു നിന്നിരുന്നത്. കാരണം ഗവർണർ സ്വന്തം നിലയിൽ ഗവർണറുടെ പ്രതിനിധി, UGC പ്രതിനിധി, സർക്കാർ പ്രതിനിധി അല്ലെങ്കിൽ സർവകലാശാലയുടെ പ്രതിനിധി എന്ന നിലയിൽ VC നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ മുൻതൂക്കം ഗവർണർക്ക് ലഭിക്കുകയും തുടർന്ന് ഗവർണർക്ക് താല്പര്യപ്പെടുന്ന ഒരാളെ വൈസ് ചാൻസലറായി എത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു സർവകലാശാല നിയമ ഭേദഗതി ബില്ല് സംസ്ഥാനം പാസാക്കിയത്. പക്ഷേ അതിന് രാഷ്ട്രപതി പൂർണ്ണമായി ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തുടർന്ന് സർവകലാശാലകളിലെ VC നിയമനം അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഒരു U-ടേൺ എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ഇപ്പോൾ ഇടത് സർക്കാരുകളുള്ള സെനറ്റ് അംഗങ്ങൾ പലപ്പോഴും സർവകലാശാല പ്രതിനിധിയെ നൽകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലടക്കം ഈ പ്രതിസന്ധിയാണ് ഇതുവരെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ തടസ്സമായി നിന്നിരുന്നത്. ഇപ്പോൾ സർവകലാശാല ഇടത് സിൻഡിക്കേറ്റങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സർവകലാശാല ഇപ്പോൾ ഒരു സർവകലാശാല പ്രതിനിധിയെ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ നൽകിയിരിക്കുന്നു. ഇതാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഗവർണറുടെ പ്രതിനിധിയായി ബാംഗ്ലൂർ IIT പ്രൊഫസർ ഇൽവാദിങ്കൽ D. ജെമ്മിസിനെയാണ് നിയമിച്ചിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രതിനിധിയായി കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ A. സാബുവിനെയും ഒപ്പം UGC പ്രതിനിധിയായി പ്രൊഫസർ രവീന്ദ്ര D. കുൽക്കർണിയെയും ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു. 3 മാസത്തിനകം VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് കമ്മിറ്റി പട്ടിക ചാൻസലർക്ക് കൈമാറണം. ഇതിൽ മുൻഗണന പട്ടിക എല്ലാം തീരുമാനിച്ച് ഗവർണർക്ക് ഇതിൽ ഒരാളെ VC ആയി നിയമിക്കാനും കഴിയും. എന്തായാലും സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്നുള്ളതടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ സർവകലാശാലകളിലെ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ 13 സർവകലാശാലകളിലും ഇപ്പോൾ സ്ഥിരം VC ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ കഴിഞ്ഞ 2 വർഷമായി സർവകലാശാലകളിൽ നിന്ന് സർവകലാശാലകളെ പ്രതിനിധികളെ നൽകാതെ VC നിയമനം നീട്ടിക്കൊണ്ടു പോയത്? എന്താണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഒരു പ്രതിനിധിയെ നൽകാൻ കാരണമായിരിക്കുന്നത്? ഏതെങ്കിലും സെറ്റിൽമെന്റിൽ നടന്നിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഉമേഷ്, ഇതൊരു സർക്കാരിന്റെ U-ടേൺ എന്ന നിലയിലാണോ, അതോ ഈ കോടതി ആ വിഷയം പരിഗണിക്കുന്നതിൽ അനന്തമായത് നീണ്ടുപോവുകയാണ്? കോടതിയിൽ നിന്ന് തീരുമാനം നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ പോകുന്നതെന്നാണോ, അതോ ഒരു U-ടേണിലേക്ക് സർക്കാർ പോവുകയാണോ? മനസ്സിലാവുന്നത് എന്താണ് ഉമേഷ്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട തുടർ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അനുമാനങ്ങൾ മാത്രമാണ്. കാരണം ഇതേ ഒരു പ്രശ്നം തന്നെയാണ് ഈ 2 വർഷം മുൻപ് സ്ഥിരം VC നിയമനം പൂർണ്ണമായി ഇല്ലാത്ത സാഹചര്യം സർവകലാശാലകളിൽ സൃഷ്ടിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ എടുക്കട്ടെ, മറ്റ് കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും താൽക്കാലിക VCമാർ ഇപ്പോൾ സർവകലാശാലകൾ ഭരിക്കാനുള്ള പ്രധാന കാരണം ഓരോ സർവകലാശാലകൾക്കും സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് VC നിയമിക്കുന്നത്. സ്വാഭാവികമായി അതിൽ ഒരാൾ സർവകലാശാലയുടെ സെനറ്റ് പ്രതിനിധിയായിരിക്കണം, ഒരാൾ സെനറ്റിന്റെയോ അല്ലെങ്കിൽ സർവകലാശാലയുടെ പ്രതിനിധിയായിരിക്കണം, ഒരാൾ VC നൽകുന്ന ചാൻസലർ നൽകുന്ന പ്രതിനിധിയായിരിക്കണം, അതായത് ഗവർണറുടെ പ്രതിനിധി, ഒരാൾ UGC പ്രതിനിധി. ഇത് സർവകലാശാല ഭേദഗതി നിയമത്തിലൂടെ മാറ്റി കൂടുതൽ പേർ, അതായത് സർക്കാർ അനുകൂല തീരുമാനം ഉണ്ടാകുന്ന രീതിയിൽ സർക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരാളെയെങ്കിലും VC ആയി എത്തിക്കാവുന്ന രീതിയിലുള്ള ഭേദഗതി ഈ സെർച്ച് കമ്മിറ്റിയിലെല്ലാം വരുത്തിക്കൊണ്ടായിരുന്നു സർവകലാശാല നിയമ ഭേദഗതി ബില്ല് നിയമസഭയിൽ പാസാക്കിയത്. ആ പാസാക്കിയ ബില്ല് ചാൻസലർ കൂടിയായ ഗവർണർക്ക് അയച്ചു കൊടുത്തിരുന്നെങ്കിലും ഗവർണറുടെ അധികാര പരിധി നിശ്ചയിക്കുന്ന ബില്ലായതുകൊണ്ട് തന്നെ താൻ ഒപ്പിടില്ല എന്ന് കഴിഞ്ഞ മുൻ ഗവർണർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത്. പക്ഷേ അതിലൊരു തീരുമാനമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അതിനെതിരെ കോടതിയിലെല്ലാം സർക്കാർ പോയ സാഹചര്യമുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ തീരുമാനമാകാതെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്തായാലും ഇതിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സെറ്റിൽമെന്റിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിലും ഭൂരിപക്ഷം. അവിടെ ഒരു പ്രതിനിധിയെ വിടണമോ എന്ന് തീരുമാനിക്കേണ്ടത് സർവകലാശാലയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി 2 വർഷത്തിലധികമായി സെനറ്റ് ഒരു പ്രതിനിധിയെ നൽകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. രേഖാമൂലം ചാൻസലർ പലതവണ ആവശ്യപ്പെട്ടിരുന്നു ഒരു സെനറ്റ് യൂണിവേഴ്സിറ്റി ഒരു പ്രതിനിധിയെ ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിക്ക് രൂപീകരിക്കുന്നതിന് ഒരാളെ തരണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ അനുകൂല നിലപാടായിരുന്നില്ല സെനറ്റിൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ സെനറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയും മുൻ സംസ്കൃത സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെ യൂണിവേഴ്സിറ്റി പ്രതിനിധിയായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ധർമ്മരാജ് അഡാട്ട് ഇതിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിലാണ് അതിനുശേഷം ചേർന്ന സെനറ്റ് യോഗം പുതിയ ആളെ ഡോക്ടർ സാബുവിനെ സെനറ്റ് പ്രതിനിധിയായി തീരുമാനിച്ചത്.
ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. സർവകലാശാല സെനറ്റ്, ചാൻസലർ, UGC എന്നിവരുടെ പ്രതിനിധികൾ അടങ്ങുന്നതാണ് കമ്മിറ്റി എന്നത് ശ്രദ്ധേയമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.